2024 എന്നല്ല, കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകൾ എടുത്താൽ സിംബോളിക്കായി പറഞ്ഞു പോകുന്ന ലേയേർഡ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തുള്ള സിനിമകളിൽ മുൻപന്തിയിൽ കാണുന്ന ചിത്രമാണ് ലെവൽ ക്രോസ്. സിനിമ കണ്ടതിന് ശേഷം ഒരു ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ യൂട്യൂബ് നോക്കിയപ്പോൾ മറ്റ് ചാനലുകളിൽ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോസ് വന്നു കഴിഞ്ഞിരുന്നു. എന്നാലും എൻ്റേതായ രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, അതും കഥയെ ഫോക്കസ് ചെയ്ത് നടത്തുവാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റു പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ അങ്ങിങ്ങായി ഞാനും പറയുന്നുണ്ട്. എങ്കിലും എൻ്റേതായ ഒരു അനാലിസിസ് നടത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സ്ഥലകാലങ്ങൾക്കപ്പുറത്ത് മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢ തലങ്ങളിൽ ഏകാന്തതയുടെ ഒരു തുരുത്തുണ്ട്. ഭാവനയുടെ വിഭ്രാത്മകമായ ഈ വിജനതയിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു ഭാവനാ സൃഷ്ടിയാണെന്ന്. പക്ഷേ പ്രേക്ഷകന് മുൻപിലുള്ളത് ഇതിനുള്ളിലെ റിയാലിറ്റിയും ഇമാജിനേഷനും തിരിച്ചറിയുക എന്ന ടാസ്ക്കാണ്. അത് വളരെ വലിയൊരു ടാസ്ക് ആണ് താനും. പ്രധാനമായും 4 കഥാപാത്രങ്ങളാണ് ലെവൽ ക്രോസിലുള്ളത്. ആസിഫ് അലിയുടെ രഘു എന്ന ജോർജ്, അമല പോളിൻ്റെ ചൈതാലി എന്ന ശിഖ, ഷറഫുദ്ദീൻ്റെ സിഞ്ചോ, കൂടെ സിഗ്നൽ എന്ന കഴുതയും. കഥ പറഞ്ഞു തന്നെ തുടങ്ങാം. രഘു ആളൊഴിഞ്ഞൊരു മരുഭൂമിയിലെ റെയിൽവേ ലെവൽ ക്രോസിലെ ഗാർഡാണ്. കൂടെ ഒരു കഴുതയുമുണ്ട്, പേര് സിഗ്നൽ. ഒരു ദിവസം ജോലിക്കിടെ കടന്നു പോകുന്ന ട്രെയിനിൽ നിന്നും ഒരു പെൺകുട്ടി ആ ലെവൽ ക്രോസിനടുത്തേക്ക് എടുത്തു ചാടുന്നു അയാൾ കാണുന്നു. വർഷങ്ങളായി തനിയെ താമസിക്കുന്ന രഘു ആ സ്ത്രീയെ തൻ്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും പരിപാലിക്കുകയും ചെയ്യുന്നു. ആ സ്ത്രീയുടെ പേര് ചൈതാലി എന്നാണെന്നും അവളുടെ ഭ്രാന്തനായ ഭർത്താവ് സിഞ്ചോയിൽ നിന്നും രക്ഷപ്പെടാൻ ട്രെയിനിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയതാണെന്നും രഘുവിനോട് പറയും. ശേഷം അവൾ അവിടെ താമസിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ആ താമസ സ്ഥലം വൃത്തിയാക്കുമ്പോൾ പഴയ റെയിൽവേ ഗാർഡായ മറ്റൊരു രഘുവിൻ്റെ ID കാർഡും കൂടെ ഒരു കുടുംബത്തിലെ 4 പേരുടെ കൊലപാതക വാർത്തയുള്ള കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളും ഒരു പെട്ടിയിൽ നിന്ന് ചൈതാലിക്ക് കിട്ടുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ രഘു പറയുന്നത് ആ ID കാർഡിലുള്ളത് പഴയ രഘു ആണെന്നും താൻ പുതിയ രഘു ആണെന്നും ഇപ്പോൾ താനാണ് ഇവിടുത്തെ ഗാർഡെന്നുമാണ്. കൂടാതെ ന്യൂസ് പേപ്പറിൽ കണ്ട കൊല്ലപ്പെട്ട കുടുംബം തൻ്റേതാണെന്നും തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നുവെന്നും തൻ്റേതെന്ന് കരുതിയ കുട്ടികൾ യഥാർത്ഥത്തിൽ തൻ്റെ ഭാര്യയുടെ അവിഹിത ബന്ധത്തിൽ ഉണ്ടായതാണെന്നും അത് തിരിച്ചറിഞ്ഞ രഘു സങ്കടം സഹിക്കവയ്യാതെ വഞ്ചിക്കപ്പെട്ട വിഷമത്തിൽ ആ നിമിഷത്തിൽ കുട്ടികളെയും ഭാര്യയെയും കാമുകനെയും കൊന്നുവെന്നുമാണ്. താമസ സ്ഥലത്ത് നിന്നും കുറച്ച് അകലെയുള്ള കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ ചൈതാലി പോകുന്ന ഒരു ദിവസം ചൈതാലി അന്വേഷിച്ച് മറ്റൊരാൾ അവിടെ എത്തും. അയാൾ രഘുവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അയാൾ സിഞ്ചോ എന്ന സൈക്കാട്രിസ്റ്റ് ആണെന്നും ചൈതാലിയുടെ യഥാർത്ഥ പേര് ശിഖ എന്നാണെന്നും ശിഖ ഒരു മാനസിക അസുഖമുള്ള ആളാണെന്നുമാണ്. പിന്നീട് ചൈതാലി എന്ന ശിഖയെ രഘു സിഞ്ചോയുടെ കൂടെ അയക്കുവാൻ തയ്യാറാകുന്നു. എന്നാൽ അതിനിടയിൽ ശിഖയുടെ ആക്രമണത്തിൽ അടിയേറ്റ് സിഞ്ചോ താഴെ വീഴുന്നു. താഴെ വീണ സിഞ്ചോയുടെ തലയിൽ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചടിച്ച് രഘു അയാളെ കൊല്ലുന്നു. ശവം മറവ് ചെയ്യാൻ കുഴി കുത്താൻ വേണ്ടി ആയുധം എടുക്കാൻ ശിഖ വീടിനകത്തേക്ക് പോകുമ്പോൾ യാദൃശ്ചികമായി സിഞ്ചോയുടെ പേഴ്സിൽ നിന്നും കിട്ടുന്ന ഒരു മെഡിക്കൽ റെസിപ്റ്റിൽ നിന്നും യഥാർത്ഥത്തിൽ ശിഖയാണ് ഭ്രാന്തുള്ള ആളെന്ന് രഘു തിരിച്ചറിയുന്നു. രഘു സത്യാവസ്ഥ മനസ്സിലാക്കിയെന്നറിഞ്ഞ ശിഖ കുഴി കുത്താൻ വേണ്ടി എടുത്തുകൊണ്ടുവന്ന ഇരുമ്പ് ഷവൽ വെച്ച് രഘുവിനെ അടിച്ചു വീഴ്ത്തുന്നു. പക്ഷേ ആ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന രഘു ശിഖയെയും കൊന്ന് 2 ശവങ്ങളും വീട്ടുമുറ്റത്ത് തന്നെ കുഴിച്ചു മൂടി മുകളിൽ ചെടിയും നട്ട് വീണ്ടും തൻ്റെ റെയിൽവേ ഗാർഡ് ജോലിക്കായി തൻ്റെ നിത്യജീവിതത്തിലേക്ക് മടങ്ങുന്നു. ഇതാണ് കഥയെങ്കിലും ചിത്രം കണ്ടു കഴിയുന്ന പ്രേക്ഷകന് മുൻപിലുള്ളത് ആവശ്യത്തിലധികം ചോദ്യങ്ങളാണ്. ലെയേർഡ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നത് സ്വാഭാവികമാണ്. സിഗ്നൽ എന്ന കഴുത ഏകാന്ത ജീവിതം കൊണ്ടുപോകുന്ന രഘുവിൻ്റെ ഒരു ഇമാജിനേഷനാണത്. അതായത് രഘുവിൻ്റെ സങ്കല്പം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന രഘുവിന് അയാളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സന്തത സഹചാരി. ചൈതാലി ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ചൈതാലി എപ്പോഴൊക്കെയാണോ രഘുവിനോട് സംസാരിക്കുന്നത് അപ്പോഴൊക്കെ സിഗ്നൽ എന്ന ആ കഴുത സ്ക്രീനിൽ ഒരിടത്തും വരുന്നില്ല. ചൈതാലിക്ക് ഒരിക്കൽ പോലും കഴുതയെ കാണാനും കഴിയുന്നില്ല. രഘുവിനെ പലപ്പോഴും മോശം ചിന്തകളിൽ നിന്നും അകറ്റി നിർത്താൻ സിഗ്നൽ കൊടുക്കുന്നത് ഈ കഴുതയാണ്. രഘുവിൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന നന്മയുടെ ഒരു അംശമാണ് ഈ സാങ്കല്പിക കഴുത. ചൈതാലി വെള്ളമെടുക്കാൻ ചെല്ലുമ്പോൾ കിണറിൻ്റെ കുറച്ചകലെയായി ശരീരം മുഴുവനായി അഴുകിപ്പോയ എല്ലുകൾ മാത്രം അവശേഷിക്കുന്ന ഒരു കഴുതയുടെ ശവശരീരം കാണാം. എന്നാൽ ആ ശവത്തിൻ്റെ തല അഴുകി തുടങ്ങിയതേയുള്ളൂ. അതൊരു അസാധാരണമായ കാഴ്ചയാണ്. ശവങ്ങൾ അഴുകേണ്ടത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. മാത്രമല്ല ശരീരം മുഴുവനായി അഴുകിപ്പോയിട്ടും തല അതുപോലെ തന്നെ ഉണ്ടാവുക വളരെ അൺനാച്ചുറലാണ്. രഘുവിൻ്റെ സന്തക സഹചാരിയായ കഴുതയെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് രഘുവിൻ്റെ സെലക്റ്റീവ് മെമ്മറിയെ ആവാം. തൻ്റെ പഴയ കാലത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കാതെ അതിലെ ചില ഓർമ്മകൾ തൻ്റെ ജീവിതത്തിലുടനീളം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രഘുവിൻ്റെ മാനസിക അവസ്ഥയായിരിക്കാം ആ രംഗത്തിലൂടെ കാണിക്കുന്നത്. ബ്രൈറ്റ് റെഡ് കളർ ഡ്രസ്സിലാണ് ചൈതാലി ആദ്യമായി ജോർജ് കാണുന്നത്. ജോർജ് ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയ ഒരാൾ. റെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരേ സമയം ഒന്നിലധികം ആശയങ്ങളെയാണ്. ചുവപ്പ് പ്രണയത്തെയും റിഫോർമേഷനെയും അതിനേക്കാൾ ഉപരി ബ്ലഡിനെയും വയലൻസിനെയും സൂചിപ്പിക്കുന്നതാണ്. രഘുവിനെ ആശ്വസിപ്പിക്കുന്ന ചൈതാലിയിൽ കാണുന്നത് പ്രണയവും ചൈതാലി സ്വയം കണ്ടെത്തുന്ന ഒരു റീബർത്തിനെയുമാണ്.
എന്നാൽ അവസാനം ഇതെല്ലാം മാറിമറിയുകയാണ്. ചൈതാലിക്കൊരു പുനർജന്മം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ, യാഥാർത്ഥ്യം ജോർജ് തിരിച്ചറിയുമ്പോൾ, ആ നിമിഷം വയലൻസിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണ് ചൈതാലി എന്ന ശിഖ. ചൈതാലി റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രണയത്തെയും റീബർത്തിനെയും ട്രാൻസ്ഫോർമേഷനെയും ആണെങ്കിൽ, ശിഖ പ്രതിനിധീകരിക്കുന്നത് ബ്ലഡിനെയും വയലൻസിനെയുമാണ്. ചൈതാലി എന്ന വാക്കിന് ചൈത്രമാസത്തിൽ ജനിച്ചവൾ എന്നൊരർത്ഥമുണ്ട്. അതായത് വസന്തകാലത്തിൽ ജനിച്ചു എന്ന്. വസന്തകാലം വരുന്നത് ഒരു ഹാർഷ് വിൻ്ററിന് ശേഷമാണ്. ഇവിടെയും ചൈതാലി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൾ കടന്നുപോയ മോശം കാലഘട്ടത്തെയും അതിനുശേഷം അവളിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനുമാണ്. ശിഖ എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്ലെയിം അല്ലെങ്കിൽ ജ്വാല എന്നാണ്. അതൊരു ഡിസ്ട്രക്റ്റീവ് നേച്ചറിനെയാണ് കാണിക്കുന്നത്. ചൈതാലിയുടെ ഡയലോഗുകളിലെ കൃത്രിമത്വം പോലും അവളൊരു പ്രൊഫഷണൽ സൈക്കാട്രിസ്റ്റ് അല്ലെന്നും അവൾ രോഗിയാണെന്നും പ്രേക്ഷകന് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. സിഞ്ചോ ഒരു ഭ്രാന്തനാണെന്ന് പറയാൻ ചൈതാലിക്ക് മടിയില്ല. എന്നാൽ ശിഖയുടെ അവസ്ഥയെക്കുറിച്ച് സിഞ്ചോ പറയുന്നത് ഏതാണ്ട് അങ്ങനെയും പറയാം എന്ന് മാത്രമാണ്. സിഞ്ചോ എപ്പോഴും ശിഖയുടെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് സിഞ്ചോ എന്ന് വിളിക്കുമ്പോൾ ശിഖ കൂടെ പോകാൻ തയ്യാറാവുന്നത്. ജോർജ് തടയാതെ വരുമ്പോൾ ശിഖ പൂർണ്ണമായും സിഞ്ചോയുടെ കീഴിലായി മാറുന്നു. എന്നാൽ ഒരു അവസരം കിട്ടുമ്പോൾ സിഞ്ചോയെ ശിഖ തലക്കടിച്ച് വീഴ്ത്തുന്നു. ശിഖയുടെ മുകളിൽ സിഞ്ചോയ്ക്ക് ഉണ്ടായിരുന്ന കൺട്രോൾ പോലും ഒരു ഇല്യൂഷനായിരുന്നു എന്ന് കാണിക്കുന്ന രംഗമാണത്. റെയിൽവേ ഗാർഡായിരുന്ന രഘു സ്വന്തം ജോലികൾ കൃത്യമായി നോക്കുന്ന, അടുക്കും ചിട്ടയോടും കൂടി കൃത്യത പാലിച്ച് നോക്കുന്ന രഘു സത്യത്തിൽ ആരാണ് അയാൾ? തന്നെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ പോയ കാമുകിയുടെ കുടുംബത്തെ പൂർണ്ണമായും കൊന്ന നാടുവിട്ട ചെറുപ്പക്കാരൻ. ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ നിന്നും മനസ്സിലാകുന്നത് കൊല്ലപ്പെട്ട കുട്ടികൾക്ക് 8 വയസ്സും 6 വയസ്സും ആയിരുന്നു എന്നാണ്. കാമുകിയുടെ വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് രഘു എന്ന ജോർജ് ആ കുടുംബത്തെ കൊല്ലുന്നത്. അയാളുടെ ഉള്ളിൽ അത്രയധികം പകയുണ്ടായിരുന്നെങ്കിൽ അത്രയും കാലം അയാൾ കാത്തിരുന്നത് എന്തിന്? ചൈതാലിയോട് പറയുന്ന കഥയിൽ കാമുകി ഉപേക്ഷിച്ചു പോയതിന് ശേഷം താൻ അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു വിവാഹം കഴിച്ചുവെന്നും വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്നോ അമ്മ മരിച്ചുപോയെന്നും രഘു പറയുന്നുണ്ട്. പിന്നീട് ജോലി സഹായത്തിനായി ഭാര്യയുടെ ഒരു ബന്ധു അവരുടെ കൂടെ താമസമാക്കിയെന്നും തൻ്റെ ഭാര്യയും ആ ബന്ധുവും തമ്മിലുള്ള അവിഹിത ബന്ധം തിരിച്ചറിഞ്ഞ് അവരെയും അവരുടെ കുട്ടികളെയും രഘു കൊന്നു എന്നുകൂടി ചൈതാലിയോട് പറയുന്നുണ്ട്. യാഥാർത്ഥ്യം പ്രേക്ഷകൻ തിരിച്ചറിയുന്നത് സിനിമയുടെ അവസാനമാണ്. രഘു ചൈതാലിയോട് പറഞ്ഞ കഥയും ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ കത്തിക്കുമ്പോൾ രഘുവിൻ്റെ ഓർമ്മയിൽ കാണുന്നതും കൂടി കൂട്ടി വായിച്ചാൽ മനസ്സിലാവുന്നത് രഘുവിൻ്റെ അമ്മയുടെ മരണശേഷമാണ് കാമുകി വഞ്ചിച്ചു പോയെന്ന ചിന്തയിൽ നിന്ന് മാനസിക പിരിമുറുക്കം ഉണ്ടായി കാമുകിയുടെ കുടുംബത്തെ പൂർണ്ണമായും കൊല്ലുന്നത്. കാമുകിയുടെ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. അതിന് കാരണം കാമുകിയുടെ വിവാഹം കഴിഞ്ഞു പോയിട്ടും മാനസിക വിഷമത്തിലായിരുന്ന രഘുവിനെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് അയാളുടെ അമ്മയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ മരിക്കുന്നതും അതിനുശേഷമാണ് കൊലപാതകങ്ങൾ നടത്തുന്നതും. ന്യൂസ് ഹെഡിങ്ങിൽ പറയുന്നത് യുവദമ്പതികളെയും 2 കുട്ടികളെയും കൊലപ്പെടുത്തിയ ശേഷം മുൻ കാമുകൻ നാടുവിട്ടു എന്നാണ്. നാടുവിട്ടു എന്ന് പറയുമ്പോൾ അയാൾ അത്രയും കാലം ആ നാട്ടിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. കാമുകി വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിച്ചതും അതേ നാട്ടിൽ തന്നെയായിരുന്നു. ലെവൽ ക്രോസിനടുത്തുള്ള ഗ്രാമത്തിലെ എല്ലാവരും ഒരൊറ്റ രാത്രി കൊണ്ട് എവിടേക്കോ പോയി എന്ന് ജോർജ് ചൈതാലിയോട് പറയുന്നുണ്ട്. അവർ വെള്ളമെടുക്കുന്ന കിണറിൻ്റെ ചുറ്റുമായി മൺകട്ടകൾ കൊണ്ട് തയ്യാറാക്കിയ തകർന്ന ഒരുപാട് വീടുകളും കാണാം. അതിലൊരു വീടിൻ്റെ മണ്ണ് തേച്ച ഭിത്തിയിൽ ഒരുപാട് മെഡലുകൾ ആണിയടിച്ച് തൂക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ അവസാനം ആ മെഡലുകൾ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പ്രേക്ഷകൻ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ ആരാണ് അവരെയൊക്കെ കൊന്നത്? തല തിരിഞ്ഞ് കൈകുത്തി നടക്കുന്ന ഒരു ഭൂതം ആ ഗ്രാമത്തിലുണ്ടെന്ന് പഴയ രഘു, ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം, പറഞ്ഞിരുന്നു എന്ന് പുതിയ രഘു അതായത് ജോർജ് പറയുന്നുണ്ട്. ചൈതാലി വെള്ളമെടുക്കാൻ പോകുമ്പോൾ ക്യാമറ ആംഗിൾ കാണിക്കുന്നത് തല തിരിച്ചാണ്, ശേഷം കാണിക്കുന്നത് ജോർജിനെയുമാണ്. അതായത് ജോർജാണ് ആ ഭൂതം എന്ന് കാണിക്കുന്നത് പോലെ. രഘു എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം വേഗമേറിയത് എന്നതാണ്. സ്വന്തം പാസ്റ്റിൽ നിന്നും ഓടി ഒളിക്കുന്ന ആളായും രഘുവിനെ കാണാം. രഘു ഒഴികെ രഘുവിന് ചുറ്റുമുള്ള ലോകം, അത് ട്രെയിനാവട്ടെ സമയമാവട്ടെ, വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. രഘുവിൻ്റെ യഥാർത്ഥ പേര് ജോർജ് എന്നാണെന്ന് സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് മതവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ഒരേ ഒരു ചിത്രം ക്രിസ്തുവിൻ്റേതാണ്. ജോർജോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും വന്നിട്ടുള്ള ജോർജ് എന്നതിൻ്റെ അർത്ഥം ഫാർമർ അഥവാ കൃഷിക്കാരൻ എന്നാണ്. ഒരു ഓർഡിനറി ആയ ഗ്രൗണ്ടഡ് ആയൊരു പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്ന പേര്. പക്ഷേ റിയാലിറ്റി നേരെ തിരിച്ചു. മറ്റൊരർത്ഥത്തിൽ ഈ പേരിനെയും അയാളുടെ ജീവിതത്തെയും കാണാം. ഒരു കർഷകൻ വിത്തുകൾ മണ്ണിൽ കുഴിച്ചിട്ട് വിളവിനായി കാത്തിരിക്കുന്നത് പോലെ തൻ്റെ ഭൂതകാലത്തെ പൂർണ്ണമായും മണ്ണിൽ കുഴിച്ചു മറച്ച് ഏകാന്തതയിലേക്ക് സന്തോഷത്തോടെ നീങ്ങുന്ന ഒരാൾ സിംബലൈസ് ചെയ്യുക എന്ന ഉദ്ദേശവും ഈ പേരിനുണ്ടെന്ന് കരുതിയാൽ തെറ്റില്ല. ജോർജ് എന്തിനാണ് മെഡലുകൾ കുത്തിയ കോട്ടും എടുത്തിട്ട് ഓരോ ദിവസവും ഡ്യൂട്ടി ചെയ്യുന്നത്? കൊല്ലുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് മെഡലുകളുടെ എണ്ണം ക്രമീകരിക്കുന്നതൊക്കെ എങ്ങനെയാണ് ജോർജ് തിരിച്ചറിഞ്ഞത്? ഒരു കൃഷിക്കാരനായിരുന്ന ജോർജ് ഇതെല്ലാം അറിഞ്ഞതും
അതിനനുസരിച്ച് ലെവൽ ക്രോസിൽ ജോലി ചെയ്യുന്നതിനും പിന്നിൽ പഴയ രഘു ആവാം. ഇനി പറയുന്ന എൻ്റെ ഊഹങ്ങളാണ്. രഘുവിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ ഈസ്റ്റേൺ റെയിൽവേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കൽക്കട്ട ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാണ് ആ ലെവൽ ക്രോസ്. റെയിൽവേയിൽ എക്സ് ആർമി സർവീസ്മാൻ ആയിട്ടുള്ള ആളുകളെ ഗേറ്റ് കീപ്പർ പോസ്റ്റുകളിലേക്ക് നിയമിക്കാറുണ്ട്. അങ്ങനെയുള്ള പഴയൊരു എക്സ് ആർമി സർവീസ്മാൻ ആയിരുന്ന രഘുവിൽ നിന്ന് ഈ മെഡലുകളുടെ കഥ ജോർജ് അറിഞ്ഞു കാണും. ജോർജ് താമസിക്കുന്ന വീട്ടിലെ സാധനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതെല്ലാം ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ വീട്ടിൽ അത്രയധികം സാധനങ്ങൾ, അതും വളരെ വ്യത്യസ്തമായ ഒരുപാട് സാധനങ്ങൾ കാണാനുള്ള സാധ്യത കുറവാണ്. സിൻജോയെ കൊന്നതിന് ശേഷം അയാളുടെ പേഴ്സിൽ നിന്നും കിട്ടാവുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ ജോർജ് സ്വന്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശിഖയെ കൊന്നതിന് ശേഷം മുടി കെട്ടുന്ന ഹെയർ ബാൻഡ് ജോർജ് സ്വന്തം കയ്യിലിട്ടാണ് പിന്നീട് നടക്കുന്നത്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ പഴയ രഘുവിനെ ജോർജ് കൊന്നു എന്നും അയാളുടെ ജോലിയും യൂണിഫോമും താമസ സ്ഥലവും എല്ലാം ജോർജ് കൈക്കലാക്കി എന്നും ഉറപ്പിക്കാം. ഇനിയൊരു കഥ പറയാം. ഇതെൻ്റെ സ്പെക്കുലേഷനാണ്. രഘു ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ആളായിരുന്നു. ആ റെയിൽവേ ക്രോസിൽ എത്തിപ്പെട്ട ജോർജിനെ രാത്രിയിൽ അവിടെ താമസിക്കാൻ രഘു അനുവദിക്കുന്നു. അതിരാവിലെ 4 രാത്രി 10 ട്രെയിൻ കടന്നു പോകാറുണ്ട് എന്ന് ആ വീട്ടിലെ ചുമരിലെ റെയിൽവേ ടൈമിംഗ് ബോർഡിൽ നിന്നും മനസ്സിലാവും. ആ 2 ഡ്യൂട്ടികളും ജോർജിനെ ഏൽപ്പിച്ചിരുന്നു രഘു. ജോർജിൻ്റെ കയ്യിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ കട്ടിംഗ് കണ്ട് ഒരു ദിവസം യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ജോർജിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ രഘു തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജോർജ് രഘുവിനെ കൊല്ലുന്നു. ശേഷം ഗ്രാമത്തിലെത്തി അവിടെയുള്ള ഓരോരുത്തരെയും കൊന്നു കുഴിച്ചു മൂടുന്നു. അവരുടെയൊക്കെ സ്വത്തുക്കൾ കൈക്കലാക്കി സ്വന്തം വീട്ടിലേക്ക് എത്തിക്കുന്നു. മരിച്ചവരുടെ എണ്ണത്തിന് തുല്യമായി മെഡലുകൾ തയ്യാറാക്കി ആണിയടിച്ച് ആ ഗ്രാമത്തിൽ തന്നെ തൂക്കുന്നു. സിൻജോയെയും ശിഖയെയും കൊന്നതിന് ശേഷം അവിടെ തന്നെ കുഴിയെടുത്ത് മറവ് ചെയ്ത് മുകളിൽ ചെടി നട്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമത്തിലെ എല്ലാവരെയും എവിടെയെങ്കിലും കൊന്നു കുഴിച്ചു മൂടി അതിന് മുകളിൽ ജോർജ് പറഞ്ഞ പോലെ കൃഷി ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഫ്രഷ് തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ വീട്ടിലെത്തിച്ചത്. വീടിൻ്റെ മുറ്റത്ത് ഒരരികിലായി വൈക്കോൽ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ കൃഷിസ്ഥലത്ത് നിന്ന് എത്തിച്ചതാണ്. കിളിക്കൂട്ടിലും കോഴിക്കൂട്ടിലും ആരുമില്ല. എന്നാലും ജോർജ് കോഴിക്കൂട്ടിൽ തീറ്റ വെച്ച് കൊടുക്കുന്നുണ്ട്. ജോർജ് ഒഴികെയുള്ള എല്ലാ ജീവികളും അയാളുടെ സങ്കല്പങ്ങളാണ്. അങ്ങനെ ഒന്നും തന്നെയില്ല. ഫ്രഷ് കോഴിമുട്ട എങ്ങനെ വന്നു എന്നതൊരു അവശേഷിപ്പിക്കുന്ന ചോദ്യമാണ്. അത് അവശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗ്രാമത്തിലെ എല്ലാവരെയും കൊന്നതിന് ശേഷം ജോർജ് കൃഷി ചെയ്യുകയും കോഴികളെ വളർത്തുകയും ചെയ്ത് ആ ഗ്രാമത്തിൽ തന്നെ ആയിരുന്നു. എന്നാൽ ജീവികളൊക്കെ ചത്തുപോയി. മാത്രമല്ല ജോർജിൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരാടിൻ്റെ തലയൊട്ടി വെച്ചിരിക്കുന്നതിൽ നിന്നും ആടുകളൊക്കെ തന്നെ ചത്തുപോയെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് കഞ്ഞിയിൽ ഒഴിക്കാൻ മോരില്ലാതിരുന്നതും. എന്നാൽ കോഴികൾ ചത്തത് ശിഖ അവിടേക്ക് വരുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രമാണ്. അതുകൊണ്ട് മുട്ടകൾ വീട്ടിലുണ്ട്. ആ കോഴിക്കൂട് ജോർജ് ഗ്രാമത്തിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നും കരുതാം. ഇങ്ങനെ പറയുവാൻ വ്യക്തമായ കാരണമുണ്ട്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ചൈതാലി ട്രെയിനിൽ നിന്നും ചാടുന്ന ദിവസം, അന്നാണ് കഥ ആരംഭിക്കുന്നത്. അന്ന് സ്ക്രീനിൽ കാണിക്കുന്ന കോഴിക്കൂടിൻ്റെ വിഷ്വലിൽ കൂടിൻ്റെ കമ്പി ഇഴകൾക്കിടയിൽ കോഴിത്തൂവൽ കാണിക്കുന്നുണ്ട്. അത് കരിഞ്ഞ് ഉണങ്ങാത്ത ഒരു വെള്ളത്തൂവലാണ്. അത്രയും വെയിലും ചൂടും മണൽക്കാറ്റും ഉള്ള അവിടെ അങ്ങനെ ഒരു വെള്ളത്തൂവൽ കാണണമെങ്കിൽ അത് തലേന്ന് ഒരു കോഴിയിൽ നിന്ന് പൊഴിഞ്ഞതായിരിക്കണം. അതിൽ നിന്ന് വീണ്ടും ഉറപ്പിക്കാം അവസാനത്തെ കോഴി ചത്തുപോയത് 1-2 ദിവസം മുൻപ് മാത്രമാണ്. അപ്പോൾ വീട്ടിലെ മുട്ടകൾ പഴകുവാനുള്ള സാധ്യതയും കുറവാണ്. ഫ്രഷ് മുട്ടയും കിട്ടും. ഇങ്ങനെ ഓരോ ജീവികളായി ചത്തുപോകുന്നത് ജോർജിന് മാനസികമായി അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെല്ലാം ജീവനോടെ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ ജോർജ് സംസാരിക്കുന്നത്. ജോർജ് ഇട്ടിരിക്കുന്ന റെയിൽവേ ഗാർഡിൻ്റെ കോട്ട് രഘുവിൻ്റേതാണ്. കൂടാതെ അതിലെ ഓരോ മെഡലുകളും ജോർജ് കൊന്ന ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. അതും ജോർജിന് മാനസികമായി അടുപ്പമുണ്ടായിരുന്ന ആളുകളെ. ചിത്രത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന 5 മെഡലുകളിൽ 4 കാമുകിയെയും ഭർത്താവിനെയും അവരുടെ 2 മക്കളെയുമാണ്. 5ാമത്തേത് പഴയ രഘുവിനെയാണ്. സിനിമ തീരുമ്പോൾ മെഡലുകളുടെ എണ്ണം 7 ആവും. പുതിയ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്ന മെഡലുകൾ സിൻജോയെയും ശിഖയെയുമാണ് കാണിക്കുന്നത്. തുരുമ്പ് പിടിച്ച ബസ്സും കാറും അത് ഗ്രാമത്തിലെ ആളുകളുടേതായിരുന്നു. അതിലുണ്ടായിരുന്നവരെ എല്ലാം ജോർജ് കൊന്നു. ഗ്രാമത്തിലെ വീടിൻ്റെ ചുമരിൽ ആണിയിടിച്ച് തൂക്കിയിരിക്കുന്ന മെഡലുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ക്യാമറ ആദ്യം ഫോക്കസ് ചെയ്തിരിക്കുന്നത് മണ്ണ് ഒലിച്ചിറങ്ങാത്ത മെഡലുകളിലാണ്. ശേഷം ക്യാമറ നീങ്ങുന്നത് മണ്ണ് ഒഴുകി ഒലിച്ചിറങ്ങുന്ന മെഡലുകളിലേക്കാണ്. അതായത് പുതിയ മെഡലുകളിൽ നിന്ന് പഴയ മെഡലുകളിലേക്ക് നീങ്ങുന്ന ഫോക്കസ്. ഗ്രാമത്തിലെ ആളുകളെ കൊന്ന് ശേഷം ചുമരിൽ മണ്ണ് തേച്ച് മെഡലുകൾ അടിച്ചു. അതിനുശേഷം ബസ്സിൽ വന്നവരെയും കാറിൽ വന്നവരെയും ജോർജ് കൊന്നു. ആ മെഡലുകളും അതേ ചുമരിൽ വീണ്ടും മണ്ണ് തേച്ച് തൂക്കി. 2ാമത് മണ്ണ് തേച്ചപ്പോൾ പഴയ മെഡലുകളുടെ മുകളിൽ നനഞ്ഞ മണ്ണ് വീണതും പിന്നീട് അവിടെ ഇരുന്ന് ഉണങ്ങിയതും ആണ്. തൻ്റെ പാസ്റ്റിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും കത്തിച്ച് വീണ്ടും തന്നെ റെയിൽ ഗാർഡിൻ്റെ ജോലിയിലേക്ക് സന്തോഷത്തോടെ നീങ്ങുന്ന ജോർജിനെ കാണാം. പക്ഷേ അതൊരിക്കലും പൂർണ്ണമായ സന്തോഷമല്ലെന്ന് അയാൾക്കറിയുകയും ചെയ്യാം. ശിഖയുടെയും സിൻജോയുടെയും ഫ്ലാഷ് ബാക്ക് സീനിൽ അവർ പരസ്പരം കൈമാറുന്ന ബുക്കുകൾ, ജീൻ എഡ്വേർഡ്സ് എഴുതിയ എ ടെയിൽ ഓഫ് 3 കിങ്സും ഡെയിൽ കാർണീജ് എഴുതിയ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്ങും,
ആങ്സൈറ്റി, ഫിയർ, ഇമോഷണൽ സ്ട്രഗിൾസ് ഒക്കെ ഒഴിവാക്കുവാനും മനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന ഉദ്ദേശം ഫോക്കസ് ചെയ്തിരിക്കുന്ന ബുക്കാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഒരു മോട്ടിവേഷണൽ ബുക്ക് പോലെയൊന്ന് എന്നർത്ഥം. പാസ്റ്റിനെ വിട്ടുകളഞ്ഞ് റിയാലിറ്റിയെ ഫേസ് ചെയ്ത് ഭയത്തിന് മുകളിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബുക്കിലെ നേരെ ഓപ്പോസിറ്റാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ പെരുമാറുന്നത്. എ ടെയിൽ ഓഫ് ത്രീ കിങ്സ് പറയുന്നത് ബൈബിളിലെ പുരാതന ഇസ്രായേലിലെ രാജാക്കന്മാരായ സാവൂൾ, ദാവീദ്, അബ്സലോമിൻ്റെ കഥയാണ്. രാജ്യാധികാരം വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത, ഉള്ളിൽ ഇൻസെക്യൂർ ആയിരുന്ന, ദൈവം തിരഞ്ഞെടുത്ത പിൻഗാമി ആയിരുന്നിട്ടും ഡേവിഡിനെ കൊല്ലാൻ ശ്രമിച്ച രാജാവാണ് സാവൂൾ. ദൈവത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറയുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഡേവിഡ് തൻ്റെ മകൻ അബ്സലോമിൻ്റെ അധികാരമോഹത്തിന് വേണ്ടി രാജ്യം വിട്ടുകൊടുക്കുകയും ചെയ്തയാളാണ്. ബുക്കിലെ 3 രാജാക്കന്മാർ സിനിമയിലും പലയിടങ്ങളിലായി ജോർജിലും ശിഖയിലും സിഞ്ചോയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള വ്യക്തതക്കുറവ്, സറണ്ടർ ചെയ്യപ്പെടുന്നതും സീസ് ചെയ്യപ്പെടുന്നതുമായ അധികാരം, പകയിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും നീതി നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നിങ്ങനെ വിരുദ്ധമായ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ടെയിൽ ഓഫ് ത്രീ കിങ്സ് പോലെ തന്നെയാണ് ലെവൽ ക്രോസിലെ കഥയും കഥാപാത്രങ്ങളും. ക്രെഡിറ്റ് റോളിന് മുൻപ് അകലെ നിന്ന് ആ ലെവൽ ക്രോസിലേക്ക് നോക്കുന്ന തല തിരിഞ്ഞ ഒരു വിഷ്വലോട് കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. ഇതിന് പല അർത്ഥങ്ങൾ കൊടുക്കാം. രഘുവിൻ്റെ കഥയിലെ തലതിരിഞ്ഞ ഭൂതം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നിരിക്കാം, അതാവാം നോക്കുന്നത്. അല്ലെങ്കിൽ അകലെ നിന്ന് ജോർജ് തന്നെ നോക്കുന്നതും ആവാം. ഇനി അതുമല്ലെങ്കിൽ ജോർജ് ആദ്യമായി അലഞ്ഞു തിരിഞ്ഞ് ആ ലെവൽ ക്രോസിലേക്ക് എത്തുന്ന രംഗവുമാകാം. നിലവിലെ കഥകൾക്ക് ഒരുപാട് മുൻപ് ജോർജിൻ്റെ അങ്ങോട്ടേക്കുള്ള ആദ്യത്തെ വരവ്, അതാവാം. ഭാവനകൾക്കുള്ളിലെ എൻ്റെ ഭാവനകൾ ഇതൊക്കെയാണ്. സിനിമയുടെ മേക്കേഴ്സ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം. എന്നാലും എന്തോ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ ആഗ്രഹിക്കുന്നു. പറയാതെ വയ്യ, ആസിഫ് അലി മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ രഘുവായും ജോർജായും ഒരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് തന്നെയാണ് ലെവൽ ക്രോസിൽ ചെയ്തിരിക്കുന്നത്. വീണ്ടും മറ്റൊരു സിനിമാ വിശേഷവുമായി വരാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് വാച്ച്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. Bye bye guys.